വീടിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അച്ഛനും ബാക്കിയെല്ലാ മക്കളും ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോ മഞ്ചാടി കൂടി പോവായിരുന്നു. താനിങ്ങനെ എല്ലാത്തിൽ നിന്ന് വിട്ടുനിന്ന അവരുടെ സംശയവും ടെൻഷനും കൂടുകയല്ലേ ഉള്ളൂ. ഇന്ന് ക്ലാസ് എക്സാം ആണെന്ന് ചീരു ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി ഞാൻ ചേച്ചിയെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നോ? അത് പിന്നെ നടക്കാതിരിക്കോ? ഞാൻ മാത്രമല്ല അവിടെ ഇല്ലാതിരുന്നേ. അപ്പൊ പിന്നെ സംസാര വിഷയം ഞാൻ മാത്രമായിരിക്കുമല്ലോ. ഏയ് അതല്ല, മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ചയായോന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ ചർച്ച നടന്നാലും ചീരു ചേച്ചി എന്നോട് വിശദമായി പറയില്ലല്ലോ. ഒരു ദിവസം എല്ലാവർക്കും ഒരുമിച്ച് കൂടണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാവും. ദിവസമാണെന്ന് പറഞ്ഞോ? ഇല്ല, ഏതെങ്കിലും വിശേഷ ദിവസമായിരിക്കും. ഇന്ന് ദേച്ചി ശബരിയേട്ടന്റെ വീട്ടിലേക്കും ചീരു ചേച്ചി വിനയേട്ടന്റെ വീട്ടിലേക്കും പോവാ. അച്ഛൻ ആ ഒരു സന്തോഷത്തിലാ. എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അനുചേച്ചിയെ കുറിച്ച് ഓർത്ത് സങ്കടം ഉണ്ടാവും. ഇന്ദിരേട്ടനും അനുചേച്ചിയും പിരിയുന്ന അവസ്ഥയിലല്ലേ? അതെ. അച്ഛൻ ഒരിക്കലും പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയാറില്ല. പാവം. അച്ഛന്റെ അടുത്ത തലവേദന ഞാനായിരിക്കും. അതൊക്കെ തന്റെ തോന്നല. അന്ന് എന്നോട് പറഞ്ഞതുപോലെ താൻ പഠിച്ച് അച്ഛന്റെ ആഗ്രഹത്തിനൊത്തു വരുമെന്ന് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞു നോക്ക്. അച്ഛന് പിന്നെ തന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല. അച്ഛനോട് എനിക്കൊന്ന് മനസ്സുറന്ന് സംസാരിക്കണമെന്നുണ്ട് ജീവൻ. പക്ഷെ സാഹചര്യം ഒത്തുകിട്ടുന്നില്ല. ദാസങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നപ്പോ അച്ഛൻ ആർക്കും മുഖം കൊടുക്കാതെ നടക്കുമായിരുന്നു. അച്ഛനോട് സംസാരിക്കാനുള്ള സാഹചര്യം മഞ്ചാടി തന്നെ ഉണ്ടാകണം. അതും എത്രയും വേഗം. അച്ഛന്റെ മനസ്സിലെ ആദ്യ ആശങ്കയൊക്കെ മഞ്ചാടിക്ക് തന്നെ മാറ്റാൻ കഴിഞ്ഞാൽ പിന്നീട് വേറൊരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ, പഠിച്ചൊരു ജോലി കിട്ടുന്നവരെ അച്ഛനെന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാ മാത്രം മതി. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടം അച്ഛനോട് പറഞ്ഞ അച്ഛനത് സാധിപ്പിച്ചു തരാതിരിക്കില്ലല്ലോ. അതെ, ഇപ്പോഴാണ് താനൊരു ക്ലിയർ റൂട്ടിലെത്തിയത്. എനിക്കും അതിനു മുമ്പ് ഒരു പൊസിഷനിലെത്തണം. പിന്നെ ആർക്കും ഒരു എതിർപ്പും ഉണ്ടാവില്ല. ടൈമായി, ക്ലാസ്സിൽ കയറുന്നില്ലേ? ആ പിന്നെ അച്ഛന് വാക്കുകൊടുത്താൽ മാത്രം മതിയോ? പഠിച്ച് പാസ്സാവും കൂടി വേണ്ടേ? വേണം വേണം. എന്നാ വേഗം വിട്ടോ. ഓക്കെ, ബൈ. ശരി.